BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം പുതിയ അധ്യക്ഷനായി അദ്ദേഹത്തെ ഐകകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നു. രജിത് കുമാർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രജിത്, രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തൊക്കെയാകും നടപടിക്രമങ്ങൾ? പ്രധാനമായും ഇന്ന് രാജീവ് ചന്ദ്രശേഖറിനെ BJP സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുക മാത്രമാണുള്ളത്. കാരണം ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലെത്തിയതിനു ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിലേക്ക് നീങ്ങിയത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത്. കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ പേര് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ കോർ കമ്മിറ്റി യോഗത്തിൽ പറയുകയായിരുന്നു, നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ചർച്ചകളടക്കം നടന്നത്. എന്നാൽ ഈ പേരിന് മുകളിലേക്ക് മറ്റൊരു പേര് പോലും ഉയർന്നു വന്നില്ല എന്നതും പ്രധാനമാണ്. സംസ്ഥാന നേതാക്കളൊക്കെയും മറ്റ് പേരുകളൊന്നും ഉയർന്നു വന്നില്ല. നമുക്കറിയാം, MT രമേശിൻ്റെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെയും ഒക്കെ ഈ പേരുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും കേന്ദ്രത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് നിർദ്ദേശിച്ചതോടുകൂടി തന്നെ ആ പേരിലേക്ക് എല്ലാവരും എത്തുകയാണ്. ഐകകണ്ഠേനയാണ് തീരുമാനം എന്നാണ് നേതാക്കൾ എല്ലാവരും തന്നെ അറിയിച്ചിരുന്നത്. ഇന്ന് നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ആയിരിക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുക. 11 മണിക്കാണ് യോഗം, സംസ്ഥാന കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഈ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അതിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം പഴയ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഇപ്പോഴുള്ള പുതിയ പ്രസിഡന്റും ചേർന്നുകൊണ്ടുള്ളൊരു സംയുക്ത വാർത്താ സമ്മേളനം അടക്കം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ തൻ്റെ പ്രവർത്തന മികവ് എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ച കെ സുരേന്ദ്രനും ഇനി പ്രവർത്തിക്കാൻ പോകുന്നതിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുത്തേണ്ട മാറ്റങ്ങൾ എന്നത് സംബന്ധിച്ചുകൊണ്ട് പുതിയ പ്രസിഡന്റിനെയും കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ സംസ്ഥാനത്തെ BJPക്ക് അടിമുടി മാറ്റം, ഒപ്പം തന്നെ BJPയുടെ ഗ്രൂപ്പിസം, നമുക്കറിയാം ഗ്രൂപ്പുകളില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കുമ്പോഴും പുറത്തുനിന്ന് കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഗ്രൂപ്പില്ലാതെ ഗ്രൂപ്പിന് അതീതമായൊരു നേതാവിനെ എത്തിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾക്കൊക്കെയും ഒരു ചെക്ക് പറയുന്ന നിലയിലാണ് ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര നേതൃത്വം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ 2006 മാത്രമാണ് BJPയിലെ അംഗത്വം എടുക്കുന്നത് എങ്കിൽ തന്നെയും അത് 2 പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അതുതന്നെ RSS ഒരു ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾ സംസ്ഥാനത്ത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ IT മികവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും തന്നെയാണ്. പ്രമുഖരുടെ എല്ലാം പേരുകൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നു. ഒരു വികസന മുഖവുമായി ജനങ്ങളെ സമീപിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും. പ്രവർത്തകർ അടക്കം ഈ ഒരു തീരുമാനത്തെ എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞു? തീർച്ചയായും നമുക്കറിയാം, ശശി തരൂരിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം, അതിന് മുമ്പത്തെ ഭൂരിപക്ഷം 90,000-ന് മുകളിലായിരുന്നുവെങ്കിൽ ആ ഭൂരിപക്ഷം ഏകദേശം 16,000-ലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് അത്രയ്ക്ക് സ്വീകാര്യതയായിരുന്നു. കാരണം അത്ര കണ്ട് പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാനത്ത് തിരുവനന്തപുരത്തേക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരത്തിനെത്തുന്ന സമയത്ത് പോലും ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായിട്ടുള്ള സ്വീകാര്യത അദ്ദേഹവും അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വവും അത് വിലക്കെടുത്തു എന്ന കാര്യത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. വിലയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വന്നത്. ഒപ്പം തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള സംസ്ഥാനത്തുള്ള ഗ്രൂപ്പിസവും. അതുതന്നെയാണ് അദ്ദേഹത്തിനുള്ള ഇനി വരാൻ പോകുന്ന വലിയ വെല്ലുവിളി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഏത് രീതിയിൽ പാർട്ടി
പാർട്ടിയെ ഒരുക്കിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ പാർട്ടിയെ ഒരുക്കി നിർത്തണം എന്നത് സംബന്ധിച്ചായിരിക്കും വലിയൊരു വെല്ലുവിളി രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ളത്. അത് അദ്ദേഹം വളരെ കൃത്യമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ഉറച്ച വിശ്വാസമുള്ളതിനാൽ തന്നെയാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രൂപ്പിനതീതമായി എല്ലാ നേതാക്കളുമായും ഒപ്പം തന്നെ ഗ്രൂപ്പിനതീതമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വം. വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ട് കൂടി രാജീവ് ചന്ദ്രശേഖരെ BJPയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനായി ഉയർത്തിക്കൊണ്ടുവന്നത്. BJPക്ക് സംസ്ഥാനത്ത് സമൂലമായൊരു മാറ്റം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്, കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യപടി എന്ന വണ്ണമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇതിലേക്ക് സംസ്ഥാന അധ്യക്ഷനായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രഖ്യാപനം ഇന്നിപ്പോൾ ഉണ്ടാകും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രഖ്യാപനം നടത്തുക. അതിനുശേഷം സംയുക്തമായി നേതാക്കളുടെ ഒരു സമ്മേളനവും ഉണ്ടാകും.